ആരെങ്കിലും ഇസ്ലാമിലേക്കൊരു പുത്തനാചാരത്തെ കടത്തിക്കൂട്ടിയാൽ യറാഹ ഹസന, അവനതിനെ എത്ര നല്ലതായി കണ്ടാലും ശരി, അവൻ വാദിക്കുന്നതെന്താ? പറയാതെ അവൻ വാദിക്കുന്നതെന്താ? എത്ര ക്ലിയറാണ് കാര്യം. ഫഖദ് സഅമ അന്ന മുഹമ്മദൻ ഖാനർ റിസാല, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന ദൗത്യ നിർവഹണത്തിൽ വഞ്ചന കാണിച്ചു എന്നാണ് അവൻ വിശ്വസിക്കുന്നത്. ഇന്നൽ ഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയ ലഹു അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذا قيل لهم تعالوا إلى ما أنزل الله وإلى الرسول قالوا حسبنا ما وجدنا عليه آباءنا أولو كان آباؤهم لا يعلمون شيئا ولا يهتدون. സ്നേഹധരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, സത്യവിശ്വാസികളെ, നാം ഓരോരുത്തരെയും നാം അറിയാതെ പോറ്റി വളർത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും സൃഷ്ടാവും സംരക്ഷകനുമായ റഹ്മാനും റഹീമുമായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും വിധിവിലക്കുകളും കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളിലും കാത്തു സൂക്ഷിക്കണമേ എന്ന് ആദ്യമായി സ്വന്തത്തോടും തുടർന്ന് നിങ്ങളോട് ഓരോരുത്തരോടും ഉണർത്തുകയാണ്, ശക്തമായി വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളുടെ ജീവിതം നയിക്കുവാനും അങ്ങനെ തന്നെ അല്ലാഹുവിലേക്ക് തിരിച്ചു പോകുന്ന മഹാ വിജയികളിൽ അല്ലാഹു നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളെല്ലാവരും മനസ്സിലാക്കിയതുപോലെ
ഇരുട്ടുകളുടെ, അന്ധകാരങ്ങളുടെ വലിയ ഗർത്തങ്ങളിൽ നിന്ന് മാനവകുലത്തെ മോചിപ്പിക്കുവാൻ വേണ്ടി അള്ളാഹു നിയോഗിച്ച മഹാനായ പ്രവാചകനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചില മതങ്ങളിൽ അല്ലെങ്കിൽ ചില ദർശനങ്ങളിൽ വിശ്വാസ മേഖലയിൽ മാത്രം ഒതുങ്ങുകയും സാമൂഹിക സാംസ്കാരിക രംഗത്ത് ഇടപെടേണ്ടതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന ഒട്ടനവധി മതങ്ങളും ദർശനങ്ങളും ഇന്ന് നിലവിലുണ്ട്. വേറെ ചില മതങ്ങളാണെങ്കിൽ ദർശനങ്ങൾ മാത്രം, സാമൂഹിക മേഖലകളിലുള്ള ദർശനങ്ങളെ മാത്രം പരിഗണിക്കുകയും വിശ്വാസ മേഖലകളെ തള്ളിക്കളയുകയും ചെയ്യുന്ന ചില ആശയ മത ദർശനങ്ങളെ നമുക്ക് കാണാം. എന്നാൽ ഇതിൽ നിന്നെല്ലാം വിഭിന്നമായി സമഗ്രവും സമ്പൂർണവുമായ ഒരു കാഴ്ചപ്പാടാണ് അള്ളാഹുവിൻ്റെ ദീനുൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. തികച്ചും ചൂഷണമുക്തമായ, പ്രകൃതിക്ക് അനുയോജ്യമായ മതമാണ് ഇസ്ലാം എന്ന് അതിനെ പഠിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ കാലഘട്ടം മുന്നോട്ട് പ്രയാണം ചെയ്തപ്പോൾ ഇസ്ലാമിൻ്റെ യഥാർത്ഥ മുഖത്തെ വികൃതമാക്കുകയും യഥാർത്ഥ ആശയാദർശങ്ങളിൽ നിന്ന്, പ്രമാണങ്ങളിൽ നിന്ന് ജനങ്ങൾ അകന്ന് മറ്റു ചിലരെ പിൻപറ്റുന്നൊരവസ്ഥയുണ്ടായി. ചില ആളുകൾ മതമായി കാണുന്നത് പിതാക്കന്മാർ താവഴിയായി ചെയ്തു വന്നതിനെയാണ്, കാരണവന്മാർ ചെയ്തു വന്നതിനെയാണ് സുന്ദരമായൊരു മതത്തിൻ്റെ ഭാഗമായി ചില ആളുകൾ കൊണ്ടു നടക്കുന്നത്. നമുക്കറിയാം, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗത്തിൻ്റെ മുന്നേ കടന്നു വന്ന കുറേ സമുദായങ്ങളുണ്ട്. ആ സമുദായങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് പറയുന്ന ഭാഗത്ത് അള്ളാഹു പറഞ്ഞില്ലേ, വകദാലിക മാ അർസൽനാ മിൻ ഖബലിക ഫീ ഖറിയത്തിൻ മിൻ നദീർ ഇല്ലാ ഖാല മുതറഫുഹാ ഇന്നാ വജദ്നാ ആബാഅനാ അലാ ഉമ്മത്തിൻ വ ഇന്നാ അലാ ആസാരിഹിം മുഖ്തദിറൂൻ. പ്രവാചകരെ, താങ്കൾക്ക് മുമ്പ് ഏതൊരു രാജ്യത്ത് നാം താക്കീതുകാരനായ പ്രവാചകനെ അയച്ചിട്ടുണ്ടോ, നമ്മുടെ നബിയോട് അല്ലാഹു പറയാണ്, ആരെയൊക്കെ താങ്കൾക്ക് മുമ്പ് ഞാൻ അയച്ചിട്ടുണ്ടോ ആ സമയങ്ങളിലെല്ലാം ഞങ്ങളുടെ പിതാക്കളെ ഏതൊരു മാർഗത്തിൽ നിലകൊള്ളുന്നവരായി ഞങ്ങൾ കണ്ടുവോ ആ മാർഗത്തിലേ ഞങ്ങൾ നിലനിൽക്കൂ എന്ന് പറയുന്ന സമൂഹത്തെയായിരുന്നു അധികം ഞാൻ കണ്ടത് എന്ന് അള്ളാഹു പറയാണ്. ഇത് പറഞ്ഞത് ആരായിരുന്നു? ഇന്ന അലാ ആസാരിഹിം മുഖ്തദിറൂൻ, സുഖലോലുപന്മാരായിരുന്നു അത് പറഞ്ഞത്. മതം അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വ്യാഖ്യാനിക്കുകയും അവർക്കനുസരിച്ച് പ്രമാണങ്ങളെ ദുർവ്യാഖ്യാനിക്കുകയും ചെയ്യുന്ന സുഖലോലുപന്മാരായിരുന്നു അങ്ങനെ പറഞ്ഞിരുന്നത്. എങ്ങനെ? കാരണവന്മാർ നിലനിന്നിടത്താണ് ഞങ്ങൾ നിൽക്കുക എന്ന് അള്ളാഹുവാണ് പറയുന്നത്. ഇത് പ്രിയപ്പെട്ടവരെ, പിഴച്ച കക്ഷികൾ ഏത് കാലത്തും പറയുന്ന വർത്തമാനമാണ്. ഫിറഔൻ മൂസാ നബിയോട് ചോദിച്ചെന്താണ്? നീ പറയുന്നതാണ് സത്യമെങ്കിൽ മുൻഗാമികളുടെ അവസ്ഥ എന്താണ്? എന്തിനേറെ പറയണം,
അവസാനത്തെ ദൂതനായ നമ്മുടെ ഹബീബിനോട് പോലും തൻ്റെ ജനത ചോദിച്ചത് എന്തായിരുന്നു? ആ വചനമല്ലേ കൂട്ടരെ ഞാൻ ആദ്യം ഓതി കേൾപ്പിച്ചത്? ഇത് കേൾക്കാത്തവർ ആരും ഈ കൂട്ടത്തിലുണ്ടാകില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വഇദാ ഖീല ലഹും തആലൗ ഇലാ മാ അൻസലല്ലാഹ്, നിങ്ങൾ അല്ലാഹ് ഇറക്കിയതിലേക്ക് വരൂ കൂട്ടരെ എന്ന് ഹബീബായ പ്രവാചകൻ അവരെ വിളിക്കുമ്പോൾ, വഇലർ റസൂൽ, അവൻ്റെ ദൂതനിലേക്ക് നിങ്ങൾ വരൂ എന്ന് മക്കക്കാരെ നബി വിളിച്ചപ്പോൾ ഖാലു, അവർ പറഞ്ഞത് എന്താ? ഹസ്ബുന മാ വജദ്ന അലൈഹി ആബാഅന, ഞങ്ങളുടെ പ്രപിതാക്കന്മാരും കാരണവന്മാരും നിലകൊണ്ട മാർഗം മതി ഞങ്ങൾക്ക്. ഹസ്ബുന, അത് മതി ഞങ്ങൾക്ക് എന്നാണ് പറഞ്ഞത്. ആ സമയത്ത് അള്ളാഹുവിൻ്റെ ഒരു ചോദ്യം, അവലൗ കാന ആബാഉഹും ലാ യഅലമൂന ശൈഅൻ വലാ യഹ്തദൂൻ, അവർ ഒന്നും അറിയാത്തവരും ചിന്തിക്കാത്തവരുമാണെങ്കിലും. അള്ളാഹ് അതിനെ വിമർശിക്കുകയാണ് ചെയ്തത്, ആ സ്റ്റേറ്റ്മെൻറ്റിനെ നിഷേധിക്കുകയാണ് ചെയ്തത്. നമ്മുടെ നാട്ടിലുള്ള ചില പുത്തൻ ആചാരങ്ങളെ വെളുപ്പിക്കാൻ ചില ആൾക്കാർ പറയുന്ന വാക്കെന്താ? ഇതിനെ നീ ഇപ്പോൾ നിഷേധിക്കുന്നവനാണെങ്കിൽ നിൻ്റെ ഉപ്പയും ഉപ്പാൻ്റെ ഉപ്പയും തറവാടുപരമായിട്ടൊക്കെ ചെയ്തു വന്ന ആചാരമാണത്. അപ്പോൾ ഇതിനെ നീ എതിർക്കുമ്പോൾ ഓലൊക്കെ നരകത്തിലാണെന്നാണോ നീ പറയുന്നത്? ഇപ്പോഴും കേൾക്കില്ലല്ലേ? ഇവിടെ നിന്നൊക്കെ ഉണ്ട്. ഇത് പ്രവാചകന്മാരുടെ എതിർചേരിയിൽ നിന്നവരുടെ വർത്തമാനമാണ്, പ്രവാചകന്മാരുടെ കൂടെയുള്ളവരുടെ വർത്തമാനമല്ല. വിശുദ്ധ ഖുർആനിൻ്റെ ഒട്ടനവധി സ്ഥലങ്ങളിൽ അള്ളാഹു അതിനെ വിമർശിച്ചതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഏത് കാര്യങ്ങളും അങ്ങനെയാണ്. ഇപ്പം നോക്ക് നിങ്ങൾ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ ജന്മദിനമാണെന്ന് പറഞ്ഞുകൊണ്ട് എന്തെല്ലാം കട്ടൗട്ടുകളും പ്രകാശപൂരിതമായ പള്ളികളും അല്ലേ തോരണങ്ങളും, അതിൽ നമ്മുടെ സമൂഹത്തിൽ ഒരു വലിയ വിഭാഗം വ്യാപൃതരായിരിക്കുകയാണ്. ഇതിനെതിരെ വിമർശിക്കുന്നവരെ കുറിച്ച് പറയുന്നത് എന്താ? ഇവർക്ക് പ്രവാചകനോട് സ്നേഹമില്ല എന്നാണ്, അല്ലേ? ഈ ദിവസം, ഈ വെള്ളിയാഴ്ച, ഈ ചുരുങ്ങിയ സമയം ഇസ്ലാമിൽ പഠിപ്പിക്കാത്ത ആ ഒരു കർമ്മത്തെ അതിൻ്റെ യഥാർത്ഥ വശം ഒരു ഖതീബ് എന്നുള്ള നിലക്ക് ഞാൻ പറയാതെ പോയാൽ, എൻ്റെ റബ്ബിൻ്റെ മുന്നിൽ ഞാൻ ചെന്ന് നിൽക്കുമ്പോൾ എന്തുകൊണ്ട് ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തിയില്ല എന്നുള്ള ചോദ്യത്തെ ഞാൻ ഭയപ്പെടുന്നത് കൊണ്ട് ചില കാര്യങ്ങൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുകയാണ്. പ്രവാചക സ്നേഹം വീണ്ടും വീണ്ടും സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുകയാണ്, അല്ലേ സഹോദരങ്ങളെ? നമ്മുടെ നാട്ടിൽ നബിദിനാഘോഷം നടത്തുന്ന ആളുകൾക്ക് നബി സ്നേഹമില്ല എന്ന് നമ്മൾ പറയോ? ഇല്ല, ഒരിക്കലും പറയില്ല. അതിനെ എതിർ ദിശയിൽ നിന്ന് അത് ശരിയല്ല എന്ന് പറയുന്നവർക്ക് പ്രവാചക സ്നേഹമില്ല എന്ന് പറയോ? അതും പറയില്ല. എന്തേ പറയുള്ളൂ? നിഷ്പക്ഷമായിട്ട് അതിനെ പഠിക്കുന്നവർ എന്തേ പറയുള്ളൂ? യഥാർത്ഥത്തിലുള്ള പ്രവാചക സ്നേഹം ഏതാണെന്ന് പഠിക്കുക. അതിൽ കാരണവന്മാർ എവിടെയായിരുന്നു എന്നുള്ളതിന് സ്ഥാനമല്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കുറേ ആളുകൾ ചെയ്യുന്നുണ്ടോ, അതും ഇസ്ലാമിൽ തെളിവിൻ്റെ മാനദണ്ഡമല്ല, ഡെഫിനിഷനല്ല. അതല്ല എങ്കിൽ നല്ലതല്ലേ? ഈ 3 കാരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇസ്ലാമിലേക്ക് കൊണ്ടുവരുന്ന ചില ആചാരങ്ങളെ ചില ആളുകൾ തേച്ച് മിനുക്കി വിളിപ്പിക്കാറുള്ളത്. 3 കാര്യങ്ങൾ ഏതൊക്കെയാ? കാരണവന്മാർ ചെയ്തതല്ലേ, അതിനെ എതിർത്തു ഖുർആൻ, അത് ഞാൻ നേരത്തെ കേൾപ്പിച്ചു. ചില ആളുകൾ എന്താ പറയുക? നല്ലതല്ലേ സഹോദരങ്ങളെ, നല്ലതല്ലേ എന്നുള്ള ഏർപ്പാട് പറഞ്ഞുകൊണ്ട് ദീനിലേക്കൊരു കർമ്മം കൊണ്ടുവരാൻ നമുക്ക് അനുവാദമുണ്ടായിരുന്നെങ്കിൽ, മുൻഗാമികളായ സലഫുകളുടെ ജീവിതത്തിൽ പള്ളിയിലിരുന്ന് തഹ്ലീൽ ചൊല്ലിയവരെ ആട്ടിവിട്ടിട്ടുണ്ട് സഹാബികൾ. തഹ്ലീൽ എന്ന് പറഞ്ഞാൽ എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്താ ലാ ഇലാഹ ഇല്ലല്ലാഹ്? അഫ്ളലു മാ ഖുൽത് അന വന്നബിയ്യൂന മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാനും എനിക്ക് മുമ്പും കടന്നു വന്ന പ്രവാചകന്മാർ പറഞ്ഞതിൽ ഏറ്റവും നല്ല വാക്കതാണ്. അത് വട്ടം കൂടി ചൊല്ലിയിരുന്ന ആൾക്കാരെ സഹാബികൾ പള്ളിയിൽ നിന്ന് പുറത്താക്കി. അബൂ മുസൽ അശ്അരിയെ പോലെയുള്ള പ്രഗൽഭർ. അപ്പോൾ അവരെ ഈ നന്മ ചെയ്യുന്ന ആ രംഗം കണ്ട വട്ടം കൂടി ദിക്ർ ഹൽക്ക് നടത്തിയപ്പോൾ അതിനെ തടഞ്ഞപ്പോൾ ആ കൂട്ടത്തിൽ അമീർ പറഞ്ഞെന്താ പറയുക? നിങ്ങൾ മാറദിൻ അബി ഖൈർ എന്നാണ് പറഞ്ഞത്. മാറദിൻ അബി ഖൈർ, നിങ്ങൾ പരിശോധിച്ചോ, പഠിച്ചോ, ഇത് നല്ലതല്ലേ? നല്ലതല്ലാത്തതൊന്നും ഞങ്ങൾ ഉദ്ദേശിച്ചില്ല എന്ന് പറഞ്ഞു. തഹ്ലീൽ തെറ്റാ ഇസ്ലാമിൽ? അല്ല. സുബ്ഹാനല്ലാഹ് തെറ്റാ? അൽഹംദുലില്ലാഹ് തെറ്റാ? അല്ലാഹു അക്ബർ തെറ്റാ?
ദിക്റ് ചൊല്ലൽ തെറ്റാ അല്ല. പക്ഷേ അതിനവരൊരു വട്ടത്തിൻ്റെ രൂപം സ്വീകരിച്ചു. ഒരു അമീറിനെ നടുവിലിരുത്തി മുന്നിലൊരു കുഴി കുത്തി കല്ലുകൾ പെറുക്കിയിട്ടു. ആ രൂപങ്ങൾ അതിൽ കടന്നു വന്നപ്പോൾ അത് ഇസ്ലാമിൽ തെറ്റായി. അത് വരെ പാടില്ല എന്നാണ്. ദിക്ർ എപ്പോഴും ചൊല്ലാം, ഒരു ഡൗട്ടും അതിൽ ആവശ്യമില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, അബൂ മൂസ ചോദിച്ച ചോദ്യം എന്താ അറിയങ്ങളെ? കൂട്ടരെ, നിങ്ങൾ ഇത്ര പെട്ടെന്ന് ലലാലത്തിൻ്റെ വാതിൽ തുറക്കുകയാണോ? ഹബീബായ നമ്മുടെ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ടേ അവിടുന്ന് ഉപയോഗിച്ച വസ്ത്രങ്ങൾ നുരുമ്പിപ്പോയിട്ടില്ല, അവിടുന്ന് ഉപയോഗിച്ച പാത്രങ്ങൾ ഉടഞ്ഞു തീർന്നിട്ടില്ല, അതുപോലെ തന്നെ അവിടുത്തെ സഹാബത്ത് മരിച്ചു തീർന്നിട്ടില്ല. അപ്പോഴേക്ക് നിങ്ങൾ വഴികേടിൻ്റെ വാതിൽ തുറക്കുകയാണോ? നന്മയല്ലാത്തതൊന്നും ഞങ്ങൾ ഉദ്ദേശിച്ചില്ല എന്നാണ്. അപ്പം നല്ലതല്ലേ എന്നുള്ള കാരണം പറയാൻ പറ്റില്ല. അപ്പോൾ ഈ കാരണങ്ങൾ വെച്ചുകൊണ്ടാണ് നമുക്ക് ഈ പ്രവാചക സ്നേഹത്തെ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് എനിക്ക് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു സംശയം ആർക്കും വേണ്ട കേട്ടോ. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലെ ഖുതുബ ശ്രദ്ധിച്ച ആൾക്കാർക്കറിയാം, ഇല്ലെങ്കിൽ യൂട്യൂബിൽ അത് കിട്ടും, നിങ്ങൾ തപ്പി കേൾക്കണം. നമ്മൾ ഈ മിമ്പർമത പറഞ്ഞത് എന്തായിരുന്നു? സ്വന്തം ശരീരത്തെക്കാളും നമ്മുടെ ഹബീബായ പ്രവാചകനെ സ്നേഹിച്ചില്ലെങ്കിൽ അവൻ മുഅ്മിനല്ല എന്നാണ് നമ്മൾ പറഞ്ഞത്. അവൻ മുഅ്മിനല്ല എന്ന് പറഞ്ഞത് കാരണം പ്രവാചകനെ സ്നേഹിക്കാത്ത ഒരാളെ വിശ്വാസിയല്ല എന്ന് പറഞ്ഞത് അനസ് ബിൻ മാലിക് ഒരു തെളിവിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു. ഏതാണ് ആ തെളിവ്? ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളുടെ സ്വന്തത്തെക്കാളും നിങ്ങളുടെ മാതാപിതാക്കളെക്കാളും ലോകത്തുള്ള ഇഷ്ടഭാജനങ്ങളെക്കാളും നിങ്ങൾ ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കാതെ, അതിൻ്റെ ഒരു പടി മുകളിൽ നമ്മുടെ നബിയെ കൊണ്ടുവന്ന് സ്നേഹിക്കാതെ നിങ്ങളാരും വിശ്വാസികളാകില്ല എന്ന് അവിടുന്ന് ഇമാം ബുഖാരിയുടെ സ്വഹീഹിലെ 15-ാമത്തെ ആമുഖ ഭാഗത്തുള്ള ഹദീസാണ്. അതിലെന്താ തർക്കമുള്ളത്? എന്താ തർക്കമുള്ളത്? ലോകത്ത് നമ്മുടെ സ്വന്തം എന്ന് നമ്മൾ പറയുന്ന ഏതൊരു കാര്യത്തെക്കാളും നമുക്കിഷ്ടം അവിടുത്തോടാണ്. എന്നാൽ ഇത് കേവലം ഏതെങ്കിലും ഒരു മാസമോ ഏതെങ്കിലും ഒരു ദിവസമോ ആഘോഷിച്ച് അല്ലെങ്കിൽ തിമിർത്താടി പാട്ടുകൾ പാടി കാട്ടിക്കൂട്ടി തീർക്കാനുള്ളതല്ല ആ സ്നേഹം എന്ന് പറയുന്നത്. പിന്നെയോ 24 മണിക്കൂറും കൊല്ലത്തിൽ 365 ദിവസം ഉണ്ടെങ്കിലേ പെർ ഡേ എന്ന രൂപത്തിൽ എല്ലാ രംഗത്തും നമ്മുടെ നബിയെ അനുധാവനം ചെയ്ത് സ്നേഹിക്കേണ്ടവരാകുന്നു നമ്മൾ ഓരോരുത്തരും. സഹാബികൾ അങ്ങനെയായിരുന്നു. നമുക്ക് മാതൃക അവരാണ്. നമുക്ക് മാതൃക അവരാണ്. സ്വന്തം ജീവൻ വരെ പ്രവാചകനെ സംരക്ഷിക്കാൻ വേണ്ടി ത്യജിച്ചവർ ആ കൂട്ടത്തിലുണ്ടായിരുന്നില്ലേ? എന്നാൽ അവർ ആരെങ്കിലും നബി സ്നേഹത്തിൻ്റെ പേരിൽ റബീഉൽ അവ്വൽ മാസത്തിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ഇസ്ലാം പവിത്രമാക്കിയ ചില മാസങ്ങളുണ്ടല്ലേ? ആർക്കറിയാത്തത്? ഇസ്ലാം പവിത്രമാക്കിയ ചില മാസങ്ങളില്ലേ? അതിൽ ഈ മാസം ഉണ്ടോ? ഇല്ല. അർബഅത്തുൻ ഹുറും എന്ന ഖുർആൻ പറഞ്ഞു, 4 മാസം പവിത്രമാണ്. അതിൽ റബീഉൽ അവ്വൽ ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ ചിന്തിക്കാലോ, ലൈലത്തുൽ ഖദറിനേക്കാൾ കൂലി കിട്ടുന്നൊരു മാസം അതെന്തേ പവിത്രമായ അള്ള എണ്ണിയ 4 മാസത്തിൽ വന്നില്ല? എന്തേ? അള്ളാഹ്ക്ക് എന്താ നബിയോട് സ്നേഹമില്ലേ? അങ്ങനെ മനസ്സിലാക്കാൻ പറ്റുമോ? അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട്ടിൽ ചില ആളുകൾ അതിന് പ്രത്യേകത കൽപ്പിച്ചില്ല എന്ന് പറഞ്ഞാൽ കൽപ്പിച്ചു. കാരണം എന്താ? 1000 മാസത്തേക്കാൾ ഉത്തമമാണെന്ന് ഖുർആൻ പറഞ്ഞ ലൈലത്തുൽ ഖദറിനേക്കാൾ അത് ശ്രേഷ്ഠമാക്കിയതിലൂടെ തന്നെ അതിനെ പ്രത്യേകത കൽപ്പിച്ചു. ഇനി എന്താ പ്രത്യേകത കൽപ്പിക്കണ്ടേ? അപ്പം അവിടെ ഒരു ചോദ്യം, ഈ കൂലി നേടിയ ഒരു സഹാബി ആരാണ്? അബൂബക്കർ സിദ്ദീഖ് ഉണ്ടോ? ഈ ലൈലത്തുൽ ഖദറിനേക്കാൾ സ്നേഹമെന്ന് പറയുന്ന റബീഉൽ അവ്വൽ മാസത്തെ കളറാക്കി വേണ്ട, ഒരു ഈത്തപ്പഴമെങ്കിലും കുറേ കിട്ടുമല്ലോ മദീനത്ത്, കിട്ടൂലേ? ഒരു ഈത്തപ്പഴമെങ്കിലും മദീനയിൽ ആർക്കെങ്കിലും റബീഉൽ അവ്വൽ മാസത്തിൽ ഇന്ന് നമ്മുടെ നബി ജനിച്ച മാസമല്ലേ എന്ന് പറഞ്ഞ് ഒരു മധുരം വിതരണം ചെയ്ത ഒരൊറ്റ ഹദീസ് ഉണ്ടോ? ചില ആളുകൾ പറയും തിങ്കളാഴ്ച നബി ജനിച്ച ദിവസമല്ലേ, അന്ന് നോമ്പൊക്കെ പറഞ്ഞിട്ടില്ലേ? ശരി, എന്നിട്ട് നമ്മുടെ സമൂഹം അതാണോ ചെയ്യുന്നത്? പ്രവാചക സ്നേഹത്തിൻ്റെ ആഘോഷത്തിൻ്റെ തെളിവായി കൊണ്ടുവരുന്നത് എന്താണ്? തിങ്കളാഴ്ച നോമ്പ്. അത് റബീഉൽ അവ്വൽ മാസത്തിലല്ല, എല്ലാ മാസത്തിലും ഉണ്ട് ഈ തിങ്കളാഴ്ച. അപ്പം എന്തായാലും മനസ്സിലായി, അത് റബീഉൽ അവ്വലേക്ക് പ്രത്യേകം പറഞ്ഞതല്ല.
ചില ആളുകൾ ഈ ആഘോഷിക്കുന്ന ചില ആളുകൾ ഒരു ഭാഗത്ത് പറയണ എന്താണ്, നബിയുടെ കാലത്തില്ല, സഹാബികളുടെ കാലത്തില്ല, പിന്നെ എങ്ങനെയാണ് അതൊരു മതത്തിൻ്റെ ഭാഗമായി വരിക? അപ്പോൾ അവരുടെ കാലത്തില്ലാത്തതൊന്നും പാടില്ല എന്നാണെന്നോ പിന്നെ ചോദിക്കണത്? അതെ, പാടില്ല. ബാക്കി കേൾക്കണം. മതത്തിൻ്റെ ഭാഗമായിട്ടാണോ? നബി ചെയ്യാത്തത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ചില ആൾക്കാരെ ചോദിക്കും, നബിയുടെ കാലത്ത് ഓലപ്പള്ളിയല്ലേ, നിങ്ങൾ കോൺക്രീറ്റ് പള്ളിയല്ലേ? നമ്മൾ ആരെങ്കിലും പറഞ്ഞോ ഓലപ്പള്ളിയിൽ നിസ്കരിച്ചാൽ ഇത്ര കൂലി, അത് കോൺക്രീറ്റ് കെട്ടിടത്തിലായാൽ ഇത്ര കൂലി ഉണ്ടോ? ഇല്ല. ഒരു സഹോദരൻ ഇന്നലെ വരെ ചോദിക്കണ കേട്ടു, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കാലത്ത് മദ്രസകളുണ്ടോ? നമ്മളെ മദ്രസ ഉണ്ടാക്കണില്ലേ? സഹോദരങ്ങളെ, ദീന് പഠിക്കാൻ പുതിയ സംവിധാനങ്ങൾ എന്തൊക്കെ വന്നോ? ഇപ്പോൾ ഫോണിലൊക്കെയാണ് ദീന് പഠിക്കുന്നത്. നബിൻ്റെ കാലത്ത് അങ്ങനെ ആയിരുന്നില്ല. നമ്മൾ ആരെങ്കിലും ഫോണിൽ ദീന് പഠിച്ച എത്ര കൂലി എന്ന് പറയുന്നുണ്ടോ? അങ്ങനെ പറഞ്ഞാൽ അതും ബിദ്അത്തായി. അതൊക്കെ ഭൗതിക സംവിധാനങ്ങളല്ലേ. ആ കൂട്ടത്തിൽ എണ്ണേണ്ടതാണോ റബീഉൽ അവ്വലിലെ പ്രവാചക സ്നേഹം? എന്താണ് ഈ പറയുന്നത്? എന്താണ് ഈ പറയുന്നത്? പ്രവാചക സ്നേഹത്തിന് ലൈലത്തുൽ ഖദറിനേക്കാൾ കൂലിയുണ്ടെന്ന് പറഞ്ഞതോടെ അത് പ്രത്യേകതയായില്ലേ? അതുപോലെ തന്നെ 2 പെരുന്നാളിനേക്കാൾ വലിയ ആഘോഷമാണെന്ന് പറയുമ്പോൾ സ്വഹീഹ് മുസ്ലിമിലും സ്വഹീഹ് ബുഖാരിയിലും സിഹാഹു സിത്ത ഹദീസ് ഗ്രന്ഥങ്ങളിലും ചെറുതും വലുതും പെരുന്നാളിന് സ്വീകരിക്കേണ്ട സുന്നത്തുകൾ ഒട്ടനവധിയുണ്ട്. അതിനേക്കാൾ വലിയ ആഘോഷമാകുമ്പോൾ അതിനെക്കുറിച്ചൊരു സുന്നത്തെങ്കിലും പഠിപ്പിക്കണ്ടേ? അന്നൊരു പുതിയ വസ്ത്രം ധരിക്കാൻ പഠിപ്പിച്ചോ റബീഉൽ അവ്വലിന്? വേണ്ട. ഒരു വഴിയിലൂടെ ജാഥക്ക് പോയാൽ മറ്റേ വഴിയിലൂടെ ആയിരിക്കണം ജാഥ തിരിച്ചു വരേണ്ടത് പറഞ്ഞിട്ടുണ്ടോ? അന്ന് നബി ചില ആൾക്കാർ പാവപ്പെട്ട ആൾക്കാരെ ചോദിക്കണം, ഉസ്താദ് എന്തായാലും മദ്ഹല്ലേ, പ്രവാചകൻ്റെ മദ്ഹ് പറയാൻ നമ്മൾ ആരും എതിരല്ല. അങ്ങനെ ആരെങ്കിലും എതിരായിട്ടുണ്ടോ? അവരൊരു മുസ്ലിം അല്ല കൂട്ടരെ, അവന് യഥാർത്ഥ വിശ്വാസിയല്ല. പ്രവാചകൻ്റെ മദ്ഹ് എന്ന് പറഞ്ഞെന്താ? അവിടുത്തെ ജീവിതത്തെ പറഞ്ഞു കൊടുക്കല. അള്ളാഹിൻ്റെ റസൂല് വലത് കൈകൊണ്ടാണ് സഹോദരി വെള്ളം കുടിച്ചത്, അതുകൊണ്ട് നീയും അങ്ങനെ ചെയ്യണം കേട്ടോ. വെള്ളം കുടിക്കുമ്പോൾ മോളെ ഇരിക്കേ, അതുപോലെ തന്നെ വലത് കൈ കൊണ്ട് കുടിക്കേ, പറ്റുമെങ്കിൽ 3 പാർട്ടാക്കി കുടിക്കേ. കുടിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ പറയേ. കുടിക്കാൻ തുടങ്ങുമ്പോൾ ബിസ്മില്ല പറ. ബിസ്മില്ല മറന്നാൽ ബിസ്മില്ലാഹി അവ്വലുഹു ആഖിറുഹു പറ. ഇതൊക്കെ പഠിപ്പിച്ച ഹബീബിൻ്റെ മദ്ഹാണത്. ഈ മദ്ഹ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ മനസ്സിലാക്കി? അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജീവിതത്തിൽ ഉള്ള തന്നെ മദ്ഹ് ഒരുപാടുണ്ട്. അതുകൊണ്ട് നമുക്കവിടെ നിൽക്കാൻ കഴിയണം. ഉറപ്പിച്ചു പറയുന്നു, നബി ദിനാഘോഷം ബിദ്അത്താണ്. ഞാൻ പറഞ്ഞതല്ല, ചില തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കുക. കാരണം കൂട്ടരെ, മനസ്സ് തുറന്ന് ഞാൻ പറയാണ്, ഇത് അള്ളാൻ്റെ ദീനാണ്. നമുക്ക് ആർക്കും തന്നെ അതിലിടപെടാൻ യാതൊരു അവകാശവുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. നോക്ക് നിങ്ങൾ, ഹിജറയുടെ തൊട്ടുമുമ്പ് റസൂലുള്ളാഹിൻ്റെ വഫാത്തിന് 2 വർഷങ്ങൾക്ക് മുമ്പോ 1 വർഷങ്ങൾക്ക് മുമ്പോ അല്ലേ അറഫ മൈതാനിയിൽ ഒരുമിച്ച് കൂടിയ ലക്ഷോപലക്ഷം സഹാബികളെ സാക്ഷി നിർത്തിയിട്ട് തൻ്റെ ഖസ്വ ഒട്ടകപ്പുറത്ത് കയറി ഉർനാ താഴ്വരയിൽ വെച്ച് ഹബീബായ പ്രവാചകൻ ഇസ്ലാമിൻ്റെ പൂർത്തീകരണം നടത്തിയ ആയത്ത് ഖുർആനിലില്ലേ? ഇല്ലേ? ഏതാണ് ആയത്ത്? അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഇന്നേ ദിവസം ഞാൻ ഇസ്ലാമിനെ നിങ്ങൾക്ക് പൂർത്തീകരിച്ച് തന്നിരിക്കുന്നു. ഒരു പർട്ടിക്കുലർ ഡേ, അൽ യൗം, ഒരു പ്രത്യേക ദിവസം. ആ പ്രത്യേക ദിവസം ഏതാ? ഇസ്ലാമിനെ പൂർത്തീകരിച്ച ദിവസമാണ്. പിന്നീട് ഇസ്ലാമിൽ പുതിയ വിശ്വാസ കാര്യങ്ങൾ ഇറങ്ങിയിട്ടില്ല. പിന്നെയും ആയത്തുകൾ ഇറങ്ങിയിട്ടുണ്ട്. അതൊരു പുതിയ കാര്യത്തെ പഠിപ്പിക്കാനായിരുന്നില്ല, പഴയ കാര്യങ്ങൾ അരക്കെട്ടുറപ്പിക്കാനുള്ള ആയത്തുകളായിരുന്നു. ചില ആൾക്കാർ അങ്ങനെ ചോദിക്കലുണ്ട്, ഈ ആയത്ത് ഇറങ്ങിയിട്ട് പിന്നെ ആയത്തുകൾ ഇറങ്ങിയിട്ടില്ലേ? ഉണ്ട്, പക്ഷേ പുതിയ വിശ്വാസമല്ല, പുതിയ ആചാരമല്ല, എല്ലാം അവിടെ അത് പൂർത്തീകരിക്കപ്പെട്ടു. പിന്നെ പറഞ്ഞ എന്തൊക്കെയായിരുന്നു? പിന്നെ മുമ്പത്തെ കാര്യങ്ങൾ അരക്കെട്ടുറപ്പിക്കാനുള്ള ചില കാര്യങ്ങളെ ഉണർത്തുന്ന കാര്യങ്ങളായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ വചനം ഓതിയ സമയത്ത് ഇമാമുസുന്ന ഇമാം മാലിക് റഹിമഹുല്ലാ, ഇമാം മാലിക്കിനെ ആർക്ക് തള്ളാൻ പറ്റും കൂട്ടരെ? ആർക്ക് തള്ളാൻ പറ്റും? ഇമാം മാലിക് റഹിമഹുല്ല പറയാണ്, ഫമാലം യക്കുൻ യൗമ ഇതിൻ ദീന. ഏതായത്തോ തീറ്റ പറഞ്ഞ്? അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും. സൂറത്തു മാഇദയിലെ 3-ാമത്തെ വലിയ ആയത്തിൻ്റെ കുറച്ചു ഭാഗമാണത്. ഈ ആയത്തോ തീറ്റ ഇമാം മാലിക് പറഞ്ഞതാണ് ഫമാലം യക്കുൻ യൗമ ഇതിൻ ദീന. എന്താ അതിൻ്റെ അർത്ഥം? അന്ന് ദീനാകാത്തതൊന്നും ഇന്ന് ദീനായി കൂടാ. അന്ന് നബി ദിനാഘോഷം ദീനാണോ? ഇന്ന് ദീനായിരിക്കണം. എന്താ സംശയം? അതിനെ എതിർത്തവനെ നമ്മൾ പ്രമാണബദ്ധമായി നേരിടണം.
അതന്ന് ദീനല്ലേ? അത് ദീനാണെന്നും പറഞ്ഞ് ഇന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓനെ പ്രമാണം കൊണ്ട് നേരിടണം. എന്താ സംശയം? എന്നിട്ട് അദ്ദേഹം പറയാണ്, അതേ, അന്ന് ദീനാകാത്തത് ഇന്ന് ദീനാകാൻ പാടില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ കൂടി കൂട്ടിച്ചേർത്തിട്ട് പറഞ്ഞു, വലാ യസ്ലുഹു ആഖിറു ഹാദിഹിൽ ഉമ്മ ഇല്ലാ ബിമാ സലുഹ ബിഹി അവ്വലുഹാ. എന്തൊരു ക്ലിയറാണ് കാര്യം, എത്ര ക്ലിയറാണ് കാര്യം. അദ്ദേഹം പറയാണ്, എന്തുകൊണ്ടാണത് പറയാൻ കാരണം എന്ന് ചോദിച്ചാൽ, ആദ്യത്തെ ജനത എന്തൊരു പ്രമാണങ്ങൾ കൊണ്ടാണോ മുൻഗാമികൾ നന്നായത്, അതുകൊണ്ടല്ലാതെ പിൻഗാമികളായ ഖലഫുകളും നന്നാകില്ല. ആദ്യ കാലത്ത് ആൾക്കാർ നന്നായത് എങ്ങനെയാ? ഖുർആന് കൊണ്ടും സുന്നത്ത് കൊണ്ടും. അതുകൊണ്ടേ ബാക്കിയുള്ള തലമുറയും നന്നാവുകയുള്ളൂ. അതുകൊണ്ട് കൂട്ടരെ നല്ലോണം ആലോചിച്ചോളി. ഓരിമുക്ക് അങ്ങാടിയിൽ നിന്ന് വാങ്ങുന്ന അരക്കിലും പഞ്ചാര ഉണ്ടല്ലോ, ഇത് കുറച്ച് മഞ്ഞ കൂടുതലാണ്, എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് തിരിച്ചു കൊടുക്കുന്ന ആൾക്കാർ നമ്മൾ. ഇതെന്തോ കുറച്ച് പഴക്കമുണ്ടോ, കുറച്ച് കട്ട പിടിച്ചിരിക്കണ്, പറയലില്ലേ? എന്തിനാണിപ്പോൾ അത്? ഒരു ഉപകാരമില്ലാത്ത ചായ കുടിക്കാനുള്ള കാര്യത്തിലുള്ള ശ്രദ്ധയാണിപ്പോൾ അത്. എന്നാലേ ഖബറിലും പരലോകത്തിലും വിജയിക്കാനുള്ള മതത്തിൻ്റെ ആചാരങ്ങളിൽ ആ പഞ്ചാരൻ്റെ പരിശോധന അടക്കമില്ലാതെ പോയാലേ രക്ഷപ്പെടുമോ? ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. രക്ഷപ്പെടും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അവിടെയാണ് മഹാനായ ഇമാം മാലിക് ബിൻ അനസ് വീണ്ടും പറഞ്ഞത്, മനിബ്തദഅ ഫിൽ ഇസ്ലാമി ബിദ്അ. ആരെങ്കിലും ഇസ്ലാമിലേക്ക് ഒരു പുത്തനാചാരത്തെ കടത്തിക്കൂട്ടിയാൽ യറാഹ ഹസന, അവൻ അതിനെ എത്ര നല്ലതായി കണ്ടാലും ശരി, അവൻ വാദിക്കുന്നതെന്താ? പറയാതെ അവൻ വാദിക്കുന്നതെന്താ? എത്ര ക്ലിയറാണ് കാര്യം. ഫഖദ് സഅമ അന്ന മുഹമ്മദൻ ഖാനർ റിസാല. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന ദൗത്യ നിർവഹണത്തിൽ വഞ്ചന കാണിച്ചു എന്നാണ് അവൻ വിശ്വസിക്കുന്നത്. എന്നാ നിങ്ങൾക്ക് കേൾക്കണോ? നേരത്തെ ഞാൻ പറഞ്ഞ അറഫ മൈതാനിയിൽ നബി ചോദിച്ച മറ്റൊരു ചോദ്യമായിരുന്നു, സഹാബികളെ, ഞാൻ നിങ്ങൾക്ക് ഈ ദീനിനെ എത്തിച്ചു തന്നിട്ടില്ലേ എന്ന്. സഹാബികൾ ഒന്നടങ്കം അവിടെ വെച്ചുകൊണ്ട് പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, ബലാ യാ റസൂലല്ലാഹ്, എത്തിച്ചു തന്നിട്ടുണ്ട് നബിയേ. ആ സമയത്താണ് തൻ്റെ കണ്ണുകളും ചൂണ്ടുവിരലും ആകാശത്തിലേക്ക് ഉയർത്തി കാരുണ്യത്തിന്റെ പ്രവാചകൻ പറഞ്ഞത്, അല്ലാഹുമ്മ അശ്ഹദ്, അല്ലാഹുമ്മ അശ്ഹദ്, അല്ലാഹുമ്മ അശ്ഹദ്. 3 വട്ടം പറഞ്ഞത്, അല്ലാഹ് ഇതിന് നീ സാക്ഷിയാണേ, അല്ലാഹ് ഇതിന് നീ സാക്ഷിയാണേ എന്ന്. ആ മുത്തുനബി പഠിപ്പിക്കാത്തൊരു കാര്യം ദീനിലേക്ക് കൊണ്ടുവന്നിട്ട് അതിന് പവിത്രത കൽപ്പിച്ചിട്ട് എന്തോ വാശിയുള്ള പോലെയാണ് നമ്മുടെ സമൂഹത്തിന് ചില ആളുകളോട് കാട്ടിക്കൂട്ടുന്നത് കണ്ടാൽ. അള്ളാഹു എല്ലാവർക്കും ഹിദായത്തിൻ്റെ വെളിച്ചം പകർന്നു നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, എത്ര ഗൗരവമാണ് കാര്യങ്ങളെന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഇസ്ലാമിൽ ജന്മദിനം ആഘോഷിക്കുക എന്ന് പറയുന്നൊരു സംഗതിയില്ല. അത് ജൂത ക്രിസ്ത്യാനികളുടെ സ്വഭാവമാണ്. അപ്പം നമ്മളെ മക്കളാണെങ്കിലും ശരി, ചില ആൾക്കാർ ഈ ഹാപ്പി ബർത്ത്ഡേ ആഘോഷിക്കലുണ്ട്. അത് ആരാചാരമാണ്? ക്രൈസ്തവരുടെ ആചാരമാണെന്നാണ്. അതാരും നമ്മളതിന് നിൽക്കണ്ട. എൻ്റെ മോള് ജനിച്ച ദിവസമാണ്, എൻ്റെ മോന് ജനിച്ച ദിവസമാണ്, അതുകൊണ്ട് ഹാപ്പി ബർത്ത്ഡേ ടു യു. ആ സംഗതി ഇല്ലട്ടോ. മുസ്ലിമാണോ നീ നിർത്തിക്കൊള്ളണത്? നീ നിർത്തിക്കൊള്ളണം. കാരണം എന്താ? അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്, മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. ഒരു സമൂഹത്തോട് സാദൃശ്യപ്പെട്ടാൽ, ക്രൈസ്തവരുടെ ആചാരമാണ് ബർത്ത്ഡേ ആഘോഷം, ഈസാ നബിയുടെ ബർത്ത്ഡേ ആഘോഷം, അല്ലേ? അത് കൊണ്ടു നടക്കുന്നവരാരാ? ജൂതന്മാരും ക്രിസ്ത്യാനികളുമാണ്. ജൂതന്മാർക്ക് അവരുടേതായ ചില ആഘോഷങ്ങളുണ്ട്. അവരോട് നിങ്ങൾ സാദൃശ്യപ്പെട്ടാൽ, ആ സാദൃശ്യപ്പെട്ട വിഷയത്തിൽ നിങ്ങൾ എത്ര സമയം അവിടെ സ്പെൻഡ് ചെയ്യുന്നോ അത്രയും നിങ്ങൾ ഓലക്കൂട്ടത്തിലാണെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ശ്രദ്ധിക്കുക, എല്ലാവരും ശ്രദ്ധിക്കുക, നമ്മൾ ശ്രദ്ധിക്കുക, സമൂഹം ഒന്നടങ്കം ശ്രദ്ധിക്കുക. എന്നെ ഇരുത്തിയാലപിച്ച സംഭവം എന്താ നിങ്ങൾ? ഹബീബായ റസൂലുള്ളാഹി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, കാലഘട്ടത്തിൻ്റെ ചക്രം മുന്നോട്ട് ബഹിർഗമിക്കുമ്പോൾ ഈ ഉമ്മത്തിലെ അംഗങ്ങൾ ജൂത ക്രിസ്ത്യാനികളുടെ പാതകളെ ഫോളോ ചെയ്യുമെന്ന്. ലതത്തബിഉന്ന സനന മൻ ഖബലകും, ലതത്തബിഉന്ന സനന മൻ ഖബലകും ശിബറൻ ബിശിബിരിൻ വദിറാഅൻ ബിദിറാ. ചാണിന് ചാണായി എന്നതിൻ്റെ അർത്ഥം, മുഴത്തിന് മുഴമായി മുൻഗാമികളുടെ പാതയെ എൻ്റെ സമൂഹം അനുഗമിക്കുന്നൊരു കാലഘട്ടം വരും. എത്രത്തോളം എന്ന് പറയുങ്ങൾ? ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹത്താ ലൗ സലകു ജുഹ്റ ലുബ്ബിൻ ലസലക്തുമു. ഒരു ഉടുമ്പ്
അതിൻ്റെ മാളത്തിലേക്ക് പ്രവേശിക്കുന്നത് പോലെ, അതെ, അവർ അതിനെ അങ്ങനെ പ്രവേശിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ആ രൂപത്തിൽ മാളത്തിൽ പ്രവേശിക്കുമെന്നാണ്. അതായത് ജൂത ക്രിസ്ത്യാനികൾ ഒരു ഉടുമ്പ് മാളത്തിലേക്ക് പ്രവേശിക്കുന്നത് കണ്ടാൽ മറ്റൊരു ഉടുമ്പുകൾ അതിനെ അനുഗമിക്കുന്നത് പോലെ അതിൻ്റെ പിന്നാലെ പോകുന്നൊരു സമൂഹമായി മുസ്ലിം ഉമ്മത്തും മാറുമെന്നാണ്. സഹാബികൾ ചോദിച്ചില്ലേ, നബിയെ നിങ്ങൾ ആരെയാണ് ഉദ്ദേശിച്ചത്? നിങ്ങൾ ആരെയാണ് ഉദ്ദേശിച്ചത്? അൽ യഹൂദ വൻ നസാറ, ജൂത ക്രിസ്ത്യാനികളെയാണോ നബിയെ നിങ്ങൾ ഉദ്ദേശിച്ചത്? അവിടുന്ന് പറഞ്ഞു, ഫമൻ, അല്ലാതെ ആരെയാണ്? എത്തിപ്പെട്ടിട്ടുണ്ടോ നമ്മുടെ സമൂഹം? ഇസ്ലാം സത്യമാണെന്നുള്ളതിന് തെളിവാണ് കൂട്ടരെ, മറ്റു മതസ്ഥരുടെ ആഘോഷങ്ങൾ നെഞ്ചിലേറ്റിയിട്ട് സമൂഹം ഇതിൻ്റെ പിന്നാലെ പോകുന്നുണ്ടെങ്കിൽ ഇസ്ലാം ഹക്കാണ്. ഹബീബായ റസൂലുള്ളാഹിയുടെ അടുക്കലേക്ക് ജിബ്രീൽ വന്നിട്ടുണ്ടെന്നുള്ളത് സത്യമാണ്. സ്വർഗം സത്യമാണ്, നരകം സത്യമാണ്, റബ്ബ് സത്യമാണ് എന്നതിലങ്ങനെ തെളിഞ്ഞുകൊണ്ടിരിക്കുക. 1400 ചില്ലാനം കൊല്ലങ്ങൾക്ക് മുമ്പ് ഓലമേഞ്ഞ മണൽപ്പരപ്പിലെ മദീന പള്ളിയുടെ ഉള്ളിലിരുന്നിട്ട് നബി അന്ന് പറഞ്ഞത് ഈ 2024 സംഭവിക്കുന്നുണ്ടോ? ഉണ്ടോ? അപ്പം അത് ശരിയല്ലേ? ശരിയല്ലേ? എന്നാലോചിച്ച് നോക്കൂ നിങ്ങൾ, എത്രത്തോളം ഗൗരവമാണ്. അവിടെയാണ് ഇബ്നു ഉമറിനെ പോലെയുള്ള ആളുകൾ പറഞ്ഞത്, നിങ്ങൾ ആരുടെയെങ്കിലും പാത പിൻപറ്റാൻ ഉദ്ദേശിക്കുന്നുണ്ടോ, സഹാബത്തിൻ്റെ പാത പിൻപറ്റിക്കോ. കാരണം എന്താ? നല്ല ഹൃദയത്തിൻ്റെ ഉടമകളായിരുന്നു അവർ. ഹബീബായ റസൂലുള്ളാഹിക്ക് വേണ്ടി ജീവിത കവചം ഒരുക്കിയവരായിരുന്നു അവർ. റസൂലുള്ളാഹിൻ്റെ സ്വഹ്ബത്തിന് വേണ്ടി നമ്മളെ ആരും തിരഞ്ഞെടുക്കാതെ അവരെ തിരഞ്ഞെടുത്തവരാണവർ. അതുകൊണ്ട് ഖൈർ ഉദ്ദേശിക്കുന്നവരെ, സഹാബികളെ പിൻപറ്റിക്കോ. കാരണം ഖൈറുന്നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും, ജനങ്ങളിൽ ഏറ്റവും നല്ല വിഭാഗക്കാരാണ് എൻ്റെ കൂടെ ജീവിച്ച സഹാബികളാണെന്ന് മുഹമ്മദ് മുസ്തഫ. ഇനി എന്താ പറയണ്ടേ? എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, പിന്നീട് അതിൻ്റെ അടുത്ത തലമുറയാണ് 100 കൊല്ലം, പിന്നീട് നെക്സ്റ്റ് ജനറേഷൻ, മൂന്നാമത്തെ തലമുറ. ഈ 3 തലമുറയിലാണ് മഹാരഥന്മാരായ ഇസ്ലാമിക ലോകത്തുള്ള മഹാപണ്ഡിതന്മാരൊക്കെ കടന്നു വന്നിട്ടുള്ളത്. സഹോദരങ്ങളെ, അവർ നമ്മുടെ മുമ്പിലുള്ളിടത്തോളം കാലം അവരെ പിൻപറ്റുന്നവർക്കാണ് സലഫികൾ എന്ന് പറയുക. അവരെ പിൻപറ്റിയ ആളുകൾ, അവരുടെ കൂടെ നടന്നു നീങ്ങാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു നമ്മയെല്ലാം യഥാർത്ഥ പ്രവാചക സ്നേഹികളിൽ ചേർക്കുകയും ബിദ്അത്തിനെ ബിദ്അത്താണെന്ന് മനസ്സിലായാൽ അതിൻ്റെ പൂർണ്ണമായ അവജ്ഞയോടെ അതിനെ തള്ളിക്കളയുവാനുമുള്ള ഈമാൻ അള്ളാഹു നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അള്ളാഹുവിനെ സൂക്ഷിക്കണമേ എന്നൊരിക്കൽ കൂടി എന്നെയും നിങ്ങളെ ഉണർത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, പ്രവാചക സ്നേഹത്തിൻ്റെ ഭാഗമായി കൊണ്ടാടുന്ന നബിദിനാഘോഷം ആര് കൊണ്ടുവന്നതാണ് എന്നൊരു ചോദ്യം ചില ആളുകളുടെ മനസ്സിൽ സംശയമുണ്ടാകും. ഞാൻ പറയുന്നില്ല. അറിവുള്ള ആളുകളോട് നിങ്ങൾ ചോദിച്ചു നോക്കുമ്പോൾ അവരെല്ലാവരും പറയും, ഇതിൻ്റെ പിന്നിൽ കൈവച്ചിട്ടുള്ളത് ഇസ്ലാമിക ലോകത്ത് കടന്നു വന്ന അഹ്ലുസുന്ന വൽ ജമാഅത്തിൻ്റെ ആ വൃത്തത്തിൽ നിന്ന് പുറത്തെറിയപ്പെട്ട വിഭാഗമാണ് ഷിയാക്കൾ. ആ ഷിയാക്കളാണ് ഇത് കൊണ്ടുവന്നത് എന്ന ചരിത്രത്തിൽ ഇബ്നു കസീർ അദ്ദേഹത്തിൻ്റെ ചരിത്ര ഗ്രന്ഥമായ അൽ ബിദായത്ത് വൻ നിഹായയിൽ കൃത്യമായി പറയുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ഈ മാസമായിരുന്നു മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായത്. 12-ാം തീയതി റബീഉൽ അവ്വൽ ളുഹർ നിസ്കാരത്തിൻ്റെ മുമ്പുള്ള ളുഹാ സമയത്ത് ഒരു തിങ്കളാഴ്ച മദീന കരഞ്ഞ ദിവസം വലിയ ആഘോഷമായി, പളപളപ്പിൽ ആഘോഷമായി കൊണ്ടുവന്ന ആളുകളാണ് ഫാത്തിമിയാക്കൾ. അതായത് ഷിയാക്കളിലെ ഫാത്തിമിയാക്കളിൽപ്പെട്ട ഉബൈദിയാക്കൾ എന്ന് പറയുന്ന ഉഗ്ര വിഭാഗമാണ് ഈ ആഘോഷത്തെ കൊണ്ടുവന്നിട്ടുള്ളത്. എത്രത്തോളം എന്നറിയാം നിങ്ങൾക്ക്? ഹിജറ 362 ഈജിപ്തിൻ്റെ ഭരണത്തിൽ അവർ വരികയുണ്ടായി. ചരിത്രത്തിൻ്റെ ഇന്നലകളിലേക്ക് നോക്കി നമുക്ക് കാണാൻ പറ്റും. എന്താ പറഞ്ഞത്? ഹിജറ 362 ഈജിപ്തിൻ്റെ ഭരണത്തിൽ അവർ ഇടം കണ്ട പിഴച്ച കക്ഷികൾ ഉബൈദികൾ ഷിയാക്കളിൽപ്പെട്ട വിഭാഗമാണ്. ഇവരാണ് തങ്ങളുടെ ശിർക്കും കുഫറും തോന്നിവാസങ്ങൾക്കും ജനങ്ങൾക്കിടയിൽ മാർക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടി കൊണ്ടുവന്ന ആഘോഷങ്ങളിൽപ്പെട്ട കുറേ ആഘോഷമുണ്ട്. ഇത് മാത്രമല്ല,
ലോകശ്രദ്ധ അവരിലേക്ക് തിരിയാൻ അവർ കൊണ്ടുവന്ന ആഘോഷമായിരുന്നു എന്ന്. മുളഫർ രാജാവ് പിന്നീട് അത് ഏറ്റെടുത്തു എന്നാണ്. മുളഫർ രാജാവ് അദ്ദേഹം ആരാണ്? എല്ലാ ആഘോഷങ്ങളെയും നെഞ്ചേറ്റി പിടിച്ച് ഇസ്ലാമാണോ അനിസ്ലാമാണോ നോക്കാതെ ആഘോഷിക്കുന്ന രാജാവായിരുന്നു എന്നാണ്. അയാളാണ് പിന്നെ അല്ലേ കൊട്ടാരത്തിലെ ഏതോ ഒരാളെ കൊണ്ട് മൗലൂദ് കിതാബ് എഴുതിപ്പിച്ചു. എന്നിട്ട് അദ്ദേഹത്തിന് കുറേ നാണയങ്ങൾ കൊടുത്തു. മാത്രമല്ല അന്ന് കോഴിയൊക്കെ പൊരിച്ച് ആടൊക്കെ പൊരിച്ച് വലിയൊരു ആഘോഷമാക്കി മാറ്റിയത് മുളഫർ രാജാവായിരുന്നു എന്നാണ്. ഷാഫിഈ മദ്ഹബിലെ അറിയപ്പെട്ട പണ്ഡിതനാണ് ഇമാം അബ്ദുൽ ഖാദിർ അൽ മക്കിരീസി റഹിമഹുല്ലാ. അദ്ദേഹത്തിൻ്റെ അൽ ഖുത്തത്തുൽ ആസാർ എന്ന് പറയുന്നൊരു ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, വക്കാന ലിൽ ഖുലഫാഇ ലിൽ ഫാത്തിമിയ്യീന ഫീ തൂലി സന. അദ്ദേഹത്തിൻ്റെ അൽ ഖുത്തത്തുൽ ആസാർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഇമാം മക്കിരീസി ഷാഫി മദ്ഹബിൽ അറിയപ്പെട്ട പണ്ഡിതനാണ്. അദ്ദേഹം എന്താ പറഞ്ഞത്? ഫാത്തിമി ഭരണാധികാരികൾക്ക് ചില ആഘോഷങ്ങളുണ്ടായിരുന്നു, ഷിയാക്കൾക്ക് ചില പ്രത്യേക പരിപാടികളും ഉണ്ടായിരുന്നു. ആ പരിപാടികളിൽപ്പെട്ട ഒന്നേതായിരുന്നു? മൗസിമു റഅ്സിസ്സന, വർഷാരംഭത്തിൽ ഒരാഘോഷം. ഞാൻ പറഞ്ഞില്ലേ, ഒറ്റ ആഘോഷമല്ല, കുറേ ആഘോഷങ്ങളുണ്ടായിരുന്നു. വർഷാരംഭത്തിൽ ഒരാഘോഷം. വമൗസിമു അവ്വലുൽ ആം, അതുപോലെ തന്നെ യൗമു ആശൂറ, അതുപോലെ തന്നെ വമൗലിദുൻ നബിയ്യ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വമൗലിദു അലി ഇബ്നു അബി ത്വാലിബ്, വമൗലിദിൽ ഹുസൈൻ, വമൗലിദിൽ ഹസൻ, ഫാത്തിമത്തു സഹറ, മുഹമ്മദ് മുസ്തഫ. ഇങ്ങനത്തെ കുറച്ച് ആൾക്കാർ ആഘോഷങ്ങളൊക്കെ കൊണ്ടു നടക്കുന്ന ആൾക്കാരാണ് ആര്? ഫാത്തിമിയാക്കളാകുന്ന ഉബൈദികൾ. അവരിൽ നിന്നാണ് ഈ നബിദിനാഘോഷം എന്ന് പറയുന്ന പുത്തനാചാരം കടന്നു വന്നിട്ടുള്ളത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ ഈ വല്ലാത്ത ഇസ്ലാമിൽ ഒരിക്കലും പ്രമാണം കൊണ്ട് തെളിയിക്കപ്പെടാത്ത ഈ ആചാരങ്ങൾ കൊണ്ടുവന്നപ്പോൾ അന്നത്തെ ഇസ്ലാമിക പണ്ഡിതന്മാരും നബി കുടുംബത്തിൽപ്പെട്ട തങ്ങന്മാരും ഒരുമിച്ച് കൂടിയിട്ട് അവർ ഒരു വിധി പ്രഖ്യാപിച്ചു ഈ ഷിയാക്കൾക്കെതിരെ. അതെന്തായിരുന്നു? മഹാനായ ഇബ്നു കസീർ അദ്ദേഹത്തിൻ്റെ അൽ ബിദായത്തു വന്നിഹായിൽ പറയുന്നുണ്ട്, അൽ ഹാക്കിമു ബിമിസ്ർ ഹുവ വസലഫുഹു കുഫാർ ഫുസ്സാഖുൻ ഫുജ്ജാറുൻ മുൽഹിദൂന സനാദിഖ മുഅത്തിലൂന വലിൽ ഇസ്ലാമി ജാഹിലൂന വലിൽ മദ്ഹബിൽ മജൂസിയ എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കാണാൻ പറ്റും. അവർ കാഫറുകളാണ്. ഷിയാക്കളിൽപ്പെട്ട ഉബൈദികളാകുന്ന ഫാത്തിമിയാക്കൾ കാഫറുകളാണ്, തോന്നിവാസികളാണ്, ചെമ്മാടികളാണ്, നിരീശ്വരവാദികളാണ്, നിർമ്മതവാദികളാണ്, ഇസ്ലാമിൻ്റെ അടിസ്ഥാനങ്ങളെ തകർക്കുന്നവരാണ്. ഇത് അന്നത്തെ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ പറഞ്ഞതാ. എല്ലാ മുസ്ലിം വിഭാഗം അംഗീകരിക്കുന്ന പണ്ഡിതന്മാർ അന്ന് തീരുമാനിച്ച് പറഞ്ഞ വാക്കാണിത്. ഷിയാക്കളിൽപ്പെട്ട ഉബൈദികൾ കാഫറുകളാണ്. കാരണം എന്താ പറയുക? നിങ്ങൾ അള്ളാഹിൻ്റെ റസൂലിൻ്റെ സഹാബികളെ കുറിച്ച് എന്താ പറഞ്ഞത്? എൻ്റെ സഹാബികൾ ലാ തസുബ്ബു അസ്ഹാബി എന്നാണ്. നിങ്ങൾ എൻ്റെ സഹാബികളെ ചീത്ത വിളിക്കരുത്. പക്ഷേ മഹാനായ അബൂബക്കർ സിദ്ദീഖിനെ, മഹാനായ ഉമർ തങ്ങളെ, മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹും അവരുമായി ബന്ധപ്പെട്ട മക്കളെയും കുടുംബാംഗങ്ങളെയും ഒക്കെ കാഫറുകളാണ്, പിഴച്ചവരാണ് എന്ന് പറയുന്നവരാണ് ഷിയാക്കൾ. കഅബയുടെ അടുത്തുള്ള ഹജറുൽ അസ്വദ് കട്ടുകൊണ്ടുപോയവരാണവർ. ഹറമിൽ വിപ്ലവങ്ങളും കോലാഹലങ്ങളും ഉണ്ടാക്കിയവരാണവർ. അതുകൊണ്ട് അന്നത്തെ ആളുകളുടെ ശ്രദ്ധ അവരിലേക്ക് തിരിച്ചു പറ്റാൻ അവർ കൊണ്ടുവന്ന ആഘോഷമായിരുന്നു നബിദിനാഘോഷം. അപ്പോൾ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ ഓലെക്കുറിച്ച് കാഫറുകളാണ്, സിന്ദീഖുകളാണ് എന്ന് പറഞ്ഞൊന്നും അത്ര അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമല്ല. കാരണം എന്താ? അത്രത്തോളം വലിയ തോന്നിവാസങ്ങളാണ് അവർ ചെയ്തു കൂട്ടിയിട്ടുള്ളത് കേട്ടോ. ആയിഷ ബീവിൻ്റെ രൂപത്തിലൊരു കേക്ക് ഉണ്ടാക്കും എല്ലാ വർഷവും. എന്നിട്ട് അതിന്മേൽ വലിയ രൂപത്തിൽ ചുവന്ന കളറിൽ ആയിഷ എന്നെഴുതും. ആരായിഷ അല്ലേ? വഅസ്വാജുഹു ഉമ്മഹാത്തുഹും. ഈ ഉമ്മത്തിലെ വിശ്വാസികളെ ഉമ്മമാരിൽപ്പെട്ട ഒരാളാണ് ആയിഷ ബീവി. സ്വർഗത്തിലാണെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സഹോദരിയാണവർ അല്ലേ, നമ്മുടെ ഉമ്മയാണ്. ആ ആയിഷ ബീവി കാഫറത്താണ് പറയുന്നവരാണ് ഉബൈദികളായ ഫാത്തിമിയാക്കൾ. അവർ കൊണ്ടുവന്ന ആഘോഷത്തെയാണ് പളപ്പളപ്പോടെ കട്ടൗട്ടുകൾ വെച്ച് ആഘോഷങ്ങളോടെ ഇന്ന് നമ്മുടെ ആളുകൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ ഹക്ക് മനസ്സിലാക്കിയ ആളുകൾ പ്രതികരിക്കേണ്ട എന്നാരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവൻ ഈ സമൂഹത്തിൽ വലിയ അക്രമിയാണ്. കാരണം കണ്ണ് കാണാത്ത ഒരാൾ നമ്മളെ വീടിൻ്റെ മുമ്പത്തെ പൊട്ടക്കിണറിൻ്റെ നേരെ നടന്ന് നീങ്ങുമ്പോൾ അവൻ പോട്ടടാ, അവൻ ചെയ്യേണ്ടത് ചെയ്തോട്ടെ എന്ന് പറഞ്ഞാൽ ആ മനുഷ്യനെക്കുറിച്ച് നമ്മൾ മനുഷ്യത്വമില്ലാത്ത ആളാന്ന് പറയില്ലേ? എങ്കിൽ നരകത്തിലേക്ക് നടന്നെടുക്കുന്ന ആളെ ഇന്ന് തടുത്തില്ലെങ്കിലോ? ഇൻഷാ അല്ലാഹ് ഹബീബായ പ്രവാചകനെ യഥാർത്ഥ രൂപത്തിൽ സ്നേഹിച്ചുകൊണ്ട് മുന്നേറുന്ന
യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു നമ്മെ ചേർക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അതിൻ്റെ ഭാഗമായി ചൊല്ലുന്ന മാല മൗലൂദുകളിൽ എന്തെല്ലാം ശിർക്കിൻ്റെ വരികളാണ് ജനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് വരെ ഒരു സഹോദരൻ എന്നോട് രാവിലെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ട്, ഞാൻ അയാൾ അറിയുന്നില്ല, അയാൾക്ക് മെസ്സേജ് അയച്ചിട്ട് ചോദിക്കണം, ഉസ്താദേ ഇതാ ഇമാം സുയൂത്തി എന്ന് പറയുന്ന പണ്ഡിതൻ അതിനെക്കുറിച്ച് നല്ല ബിദ്അത്താണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്നാണ്. എന്നിട്ട് ആ കിതാബിൽ നിന്ന് വായിക്കുന്നൊരു ഉദ്ധരണി, നല്ല ബിദ്അത്ത് എന്താണ് അല്ലേ? പ്രവാചകൻ്റെ ജന്മദിനത്തിൻ്റെ മാസമായ റബീഉൽ അവ്വലിൽ ഒരുമിച്ച് കൂടുക, വിശുദ്ധ ഖുർആൻ ഓതുക, നബിയുടെ മദ്ഹുകൾ പറയുക, പറയപ്പെട്ട മദ്ഹുകൾ, പഠിപ്പിക്കപ്പെട്ട മദ്ഹുകൾ പറയുക. സുയൂത്തിയുടെ വാക്കതാണ്. ഇമാം സുയൂത്തിയാണ് നബിദിനാഘോഷത്തിന് ആകെ തെളിവുദ്ധരിച്ചൊരു പണ്ഡിതൻ. അദ്ദേഹം പറഞ്ഞതെന്താണ്? സുന്നത്താണെന്നല്ല, നല്ല ബിദ്അത്ത്. ആ നല്ല ബിദ്അത്ത് തന്നെ എപ്പോഴേ ആകുള്ളൂ? സഹോദരങ്ങളെ, റസൂലുള്ള ബിദ്അത്തിനെ കുറിച്ച് പറഞ്ഞ എന്താ? കുല്ലു ബിദ്അത്തിൻ ദലാല എന്നാണ്. ശറഈലൊരു നല്ല ബിദ്അത്തില്ല, അത് പണ്ഡിതന്മാർ പഠിപ്പിച്ചതാണ്. അപ്പോൾ നല്ല ബിദ്അത്ത് എന്ന് പറഞ്ഞിട്ട് തന്നെ എപ്പോഴാണ് നല്ല ബിദ്അത്താവുക? നബിയുടെ ജന്മദിന മാസമായ റബീഉൽ അവ്വൽ, അതിൽ തന്നെ തർക്കമുണ്ട്. നബി ജനിച്ചത് റബീഉൽ അവ്വലിലാണെന്നും റമദാനിലാണെന്നും റജബിലാണെന്നൊക്കെ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. പക്ഷെ വഫാത്തിൽ തർക്കമല്ല, അത് ഈ മാസമാണ്. അന്ന് നബി വഫാത്തായി വിചാരിച്ച് ഇന്ന് സങ്കടപ്പെടണം എന്നല്ല പറയണേ. അന്ന് മദീന എങ്ങനെയായിരുന്നു എന്ന് മനസ്സിലാക്കിയാൽ മതി. അന്ന് അവിടെ ഒരു ആഘോഷം ഉണ്ടായിട്ടില്ല. എന്നിട്ട് ഇമാം സുയൂത്തി പറഞ്ഞെന്താ? ഒരുമിച്ച് കൂടാം, ഭക്ഷണം കഴിക്കാം, അറിയപ്പെട്ട മദ്ഹുകൾ പറയാം, ഖുർആൻ ഓതാം, ഭക്ഷണം കഴിക്കാം, പിരിയാം. മിൻ ഗൈരി ദാലിക്, ഇതിലധികം കൂടാൻ പാടില്ല. കൂടിയാൽ അത് ബിദ്അത്തുൻ സയ്യിഅ. ഇനി ഇത് നല്ല ബിദ്അത്താണെന്ന് പറഞ്ഞ സുയൂത്തിക്ക് പ്രമാണബദ്ധമായി തെളിവുദ്ധരിക്കാൻ സാധിച്ചിട്ടുണ്ടോ? അദ്ദേഹത്തിന് ശേഷം കടന്നു വന്ന പണ്ഡിതന്മാർ പറഞ്ഞു അതിന് അദ്ദേഹം തെളിവുദ്ധരിച്ചിട്ടില്ല. തെളിവുദ്ധരിക്കാത്തിടത്തോളം കാലം നമുക്ക് പ്രതിബദ്ധതയും കൂറും അള്ളയോടും റസൂലുള്ളയോടുമാണ്. അവർ പഠിപ്പിക്കാത്തിടത്തോളം കാലം നമുക്കത് ചെയ്യാൻ സാധ്യമല്ല. കാരണം ഒറ്റ കാര്യം കൂടി ഞാനിതിൻ്റെ കൂടെ ചേർത്ത് വെച്ചുകൊണ്ട് ഞാൻ ഈ ഖുത്ബക്ക് ഇവിടെ പരിസമാപ്തി കുറിക്കുകയാണ്. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ റസൂലിനോട് വരെ അള്ള പറഞ്ഞെന്താന്ന് ചോദിച്ചാൽ, അതെ നബിയെ, താങ്കളുടെ ഇഷ്ടപ്രകാരമെങ്ങാനും വഹി കിട്ടാതെ താങ്കൾ മതത്തിൻ്റെ വിഷയം സംസാരിച്ചു പോയാൽ ലഅഖദ്നാ മിൻഹു ബിൽ യമീൻ, എൻ്റെ വലത് കൈകൊണ്ട് ഞാൻ നിങ്ങളെ പിടിക്കുകയും ചെയ്യും. സുമ്മ ലഖതഅനാ മിൻഹുൽ വതീൻ, നിങ്ങളുടെ കൊരവള്ളി ജീവനാടി ഞാൻ മുറിച്ചു കളയുകയും ചെയ്യും. അങ്ങനെ ഞാനൊരു പിടുത്തം പിടിച്ച് നിങ്ങളെ മുറിച്ചു കളഞ്ഞാൽ ആ പിടുത്തത്തിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്താൻ ലോകത്താർക്കും സാധ്യമല്ല എന്ന് അള്ള പറഞ്ഞിട്ടുണ്ട് നബിയോടടക്കം. ഒരു കാര്യം ഉറപ്പാണ്, 63 കൊല്ലം 4 ദിവസം മുത്തുനബി ജീവിച്ചിട്ട് അവിടുത്തെ കൊരവള്ളി അള്ള മുറിച്ചിട്ടില്ല. അതിൻ്റെ അർത്ഥം എന്താ? ഹബീബായ റസൂലുള്ള പുത്തനാചാരങ്ങൾ ദീനിലേക്ക് കൊണ്ടുവന്നിട്ടില്ല. ദീൻ എന്താണ്? അത് വഹയാണ്. അവിടെ ഒതുങ്ങി നിൽക്കുക. ആ ഒരു ഈമാനിക തലത്തിലേക്ക് തൗഫീക്ക് കിട്ടാൻ റബ്ബിനോട് പ്രാർത്ഥിക്കുക. അള്ളാഹു തെറ്റിദ്ധരിച്ച ആളുകൾക്ക് ഹക്ക് മനസ്സിലാക്കാനുള്ള തൗഫീക്കിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹു എല്ലാ വിദഗ്ധകളിലും നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രവാചകനെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്ന യഥാർത്ഥ പ്രവാചക സ്നേഹികളിൽ അള്ളാഹു നമ്മെ ചേർക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗികളുണ്ട്, അള്ളാഹു ശിഫ പ്രദാനം ചെയ്യുമാറാകട്ടെ. മാനസികമായി പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, അള്ളാഹു പ്രയാസങ്ങളെ നീക്കം ചെയ്ത് പകരം മനസ്സിൻ്റെ അന്തരാളങ്ങളിൽ സന്തോഷത്തെ പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ മക്കളിൽ നിന്നും ഇണകളിൽ നിന്നും അള്ളാഹു നമുക്ക് കൺകുളിർമ പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ മരണപ്പെട്ടു പോയവരുടെ ഖബറിടം അള്ളാഹു സ്വർഗ്ഗതുല്യമാക്കി കൊടുക്കുമാറാകട്ടെ. മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, കഴിഞ്ഞ ആഴ്ച നമ്മുടെ പ്രിയപ്പെട്ടൊരു പ്രവർത്തകൻ ആക്സിഡൻ്റായി മരണപ്പെടുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ മഗ്ഫിറത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ ഖബറിടം പ്രകാശത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തിൽ വന്ന വീഴ്ചകൾ അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. അള്ളാഹു അദ്ദേഹത്തിന് സ്വർഗം പ്രദാനം ചെയ്യുമാറാകട്ടെ. നാളെ പരലോകത്തൊരു വിഭാഗത്തെ സ്വർഗത്തിലേക്കും മറുവിഭാഗത്തെ നരകത്തിലേക്കും റഹ്മാനായ റബ്ബ് റിസൾട്ട് കൊടുത്ത് തിരിച്ചു വിടുമ്പോൾ സിറാത്ത് കടന്ന് സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന യഥാർത്ഥ വിജയികളിൽ സാധുക്കളായ പാപികളായ നമ്മയും അള്ളാഹു ചേർക്കുമാറാകട്ടെ. ഏത് സമയത്ത് റഹ്മാനായ റബ്ബിൻ്റെ വിളിക്കുത്തരം നൽകി ദുനിയാവിൽ നിന്ന് യാത്ര പോകേണ്ടി വന്നാലും ഒരു യഥാർത്ഥ പ്രവാചക സ്നേഹിയായി, ദീനിൻ്റെ വക്താവായി, തൗഹീദ് ഉൾക്കൊണ്ടവനായി, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിക്കുന്നവനായി, സ്വർഗാവകാശിയായി ഇവിടെ പറഞ്ഞു പോകാൻ അള്ളാഹു നമുക്കെല്ലാം തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. اللهم أجرنا من النار.
اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.